ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നിങ്ങൾ ആദ്യം പ്രയോറിറ്റി അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പൊ ആദ്യം എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയം എന്താ പ്രശ്നം വെച്ചാല്, ഇപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ. എന്താ പറയുക, ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനമാണ് ചേർത്തിരിക്കുന്നത്. എന്താണ് ചേർത്തിരിക്കുന്നത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്നാണ്. പക്ഷേ ഈശോ ഇപ്പം പഠിപ്പിച്ചിരിക്കണത് എന്താണ്? അത് അവസാനം ചേർക്കാനുള്ളതല്ല, പിതാവിൻ്റെ കണ്ടൻറ്റ് ആദ്യമേ ചേർത്ത് വിടണമെന്ന്. മനസ്സിലായില്ലേ? പിതാവിൻ്റെ കണ്ടൻറ്റ്, പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ്, എൻ്റെ പിതാവിനെ ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇപ്പം പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് പ്രാർത്ഥനയുടെ അവസാനം ചേർക്കാനുള്ളതല്ല, പിന്നെന്ത് ചെയ്യണം? ആദ്യമേ ചേർത്ത് വിടണം. അതാണ് മത്തായി 6:33. അതാണ് ആദ്യമേ ചേർക്കണം. എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടി വെൽത്തി എന്ന് തോന്നണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോളെന്നോട് അച്ഛാ, ഒരു പയ്യനുമായിട്ട് കണക്റ്റഡാണ് എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് അയാൾക്ക് നാട്ടിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് യൂറോപ്പിൽ പോകണമെന്നാണ് ഞാൻ പഠിച്ചാൽ, പിന്നെ ഞാൻ പഠിച്ചൊക്കെ വെള്ളത്തിലാകും. അപ്പോൾ അച്ഛൻ എന്ത് പറയണമെന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് ചോദിക്കുന്നത് ഒരു യൂസ്ലെസ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും അതിൻ്റെ അർത്ഥം അവളെ അത്ര റിലേഷനിലല്ല. ഞാൻ ചോദിച്ചു, നീ എന്നോട് സീരിയസ് ആയിട്ടാണ് ചോദിക്കണമെന്ന് ചോദിച്ചു. സീരിയസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ സീരിയസ് ആണെന്ന് പറഞ്ഞു. സീരിയസ് ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സീരിയസ് ആണെങ്കിൽ പിന്നെ ഉത്തരം തീർന്നല്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നിൻ്റെ വഴിക്ക് പോകാമല്ലോ. നിനക്ക് പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ കൂടെ കെട്ടി ഇവിടെ പുറക്കേണ്ടി വരും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നീ തന്നെ നിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ മെസ്സേജ് എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ വിഷയത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയം എടുക്കുമ്പോഴും നമ്മൾ അവിടെ ആദ്യമേ, ഞാൻ എപ്പോഴും നിങ്ങളോട് എന്തുകൊണ്ടാണ് മിനിമം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയണത്? മിനിമം പരിശുദ്ധാത്മ. അപ്പം നിങ്ങൾ ഇപ്പം നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതിനകത്ത് ഒത്തിരി പേരിരിപ്പുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക അച്ഛൻ ക്രിസ്ത്യൻസിനെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വിശുദ്ധിയോടുകൂടി ഈ ക്രിസ്തുവിനെ നാഥൻ രക്ഷകനോ എത്തി പറഞ്ഞുകൊണ്ട് പ്രേയറിലാണ് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കുമ്പോൾ ദൈവത്തെ ഭൗതിക ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു യന്ത്രമായിട്ട് നമ്മൾ കാണരുത്. അങ്ങനെ വരുമ്പോൾ വിഷയമുണ്ടാവും. കാര്യം ഇത് കഴിഞ്ഞ് എന്ത് എന്നുള്ളതാണ് ദൈവദൃശ്യത്തിൽ നിങ്ങൾ പറയേണ്ട സത്യവാങ്മൂലം. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിനൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് കഴിഞ്ഞ് എന്ത് എന്ന് നിങ്ങൾ എഴുതി കൊടുത്തില്ലെങ്കിലും അതൊരു കോപ്പിയായിട്ട് ദൈവത്തിൻ്റെ ദൃശ്യത്തിൽ ഉണ്ടാകും. അവിടെയാണ് ഈ പണി നടക്കാൻ പോണത്. പ്രാർത്ഥനയുടെ വ്യക്തി ഇപ്പോഴത്തെ പ്രാർത്ഥനാകാലം കഴിഞ്ഞ് വസ്തു വിറ്റ് കഴിഞ്ഞ് മകളെ കെട്ടിച്ച് കഴിഞ്ഞ് നീ സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞ് നീ പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്താണ് നീ? അതേക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. അതാണ് വിഷയം. അവിടെ വെച്ച് ബബബ ജപ എന്ന് പറയും. എന്താ കാര്യം? സത്യവാങ്മൂലത്ത് മുഴുവൻ പിശാചിൻ്റെ കാര്യമായിരിക്കും എഴുതണത്. പിന്നെ നീ കൊണ്ട് ദൈവത്തിന് നീ ഉടമ്പടിക്കാലത്തിന് ശേഷം ബാക്കിയുള്ള നിൻ്റെ ജീവിതത്തെക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ സംഗതി എളുപ്പം നടക്കും. ഇപ്പം ഇവിടുത്തെ അരക്കൈ നൂലിൻ്റെ പെസകെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം നേടിയതിന് ശേഷം നിൻ്റെ ഒരു നിപ്പ് ദൈവത്തിന് അറിയാം. ദൈവമായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു നിപ്പായിരിക്കും. അതുകൊണ്ട് നേരത്തെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ, കർത്താവേ
അങ്ങനെ അനുഗ്രഹിച്ച് ഈ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ കരകയറ്റി വിട്ട ഞാൻ പിന്നെ നിന്നെ പിരിയത്തില്ല. അതാണ് വിഷയം. ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യത്തിലൂടെ ഞങ്ങളോട് ഹല്ലേലൂയ, സംസാരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷി അതായത് ഈ റീന നിലമ്പൂരിൻ്റെ സാക്ഷ്യം ഉണ്ടല്ലോ. റീന നിലമ്പൂരിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു മകനാണ് വിഷയം. അമ്മയും മകനും അപ്പം മകൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇവർക്ക് വല്ലാത്തൊരു സ്വാധീനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നിർത്തിക്കൊണ്ടാണ് ഈ മകൻ്റെ ജീവിതം ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയും ദൈവവും തമ്മിലുള്ള നല്ല ബന്ധമുണ്ടെന്ന് മകന് ബോധ്യമാണ്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീന നിലമ്പൂരിൻ്റെ മകൻ്റെ സാക്ഷ്യം, അവർ അമ്മയും മകനും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവനൊരു എന്തോ ഒരു ബിടെക് എൻജിനീയറാണ്. ആ ബിടെക് എൻജിനീയർ ആണെങ്കിൽ അവൻ ഹോസ്റ്റലിലേക്ക് പോയി പഠിച്ച് അവൻ്റെ വയറൊക്കെ പോയായിരുന്നു. ഹോസ്റ്റലിൽ പഠിക്കാൻ പോയിട്ട് അവിടെ ഭക്ഷണം കിട്ടുന്നത് എനിക്കറിയാമല്ല. നമ്മുടെ വീട്ടിൽ അമ്മമാർ കൊടുക്കുന്ന ഭക്ഷണം ലോകത്ത് എൻ്റെ അമ്മ മരിച്ചിട്ട് പിന്നെ എൻ്റെ ഭക്ഷണം മരിച്ചുപോയി. ഇന്ന് വരെ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കണം, ജീവിക്കാൻ വേണ്ടിയൊക്കെയൊന്നുമില്ല. അത്രയും അമ്മ ചമ്മന്തി അരച്ച് തന്നപ്പോൾ ഞാൻ അമ്മയുടെ കൈവ് നക്കുമായിരുന്നു 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കാലത്ത് വരെ. അതാണ് അമ്മ എന്നിട്ട് അമ്മ തന്നെ, വേറെ തന്നെ പകരമില്ല. അപ്പോൾ ഇതുവരെ ഹോസ്റ്റലിൽ പഠിക്കണതിന് അത് തന്നെ ഒരു ടോർച്ചറിങ്ങാണ് ശരിക്കും. പിന്നെ അവിടുത്തെ ഹോസ്റ്റലിലെ ജീവിതമൊക്കെ എന്ന് പറയുമ്പോൾ ഇവന് അൾസറായിപ്പോയി അവസാനം. അൾസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം മക്കളെ നോക്കി നിൽക്കുന്ന അമ്മമാർ ഈ കോലം കെട്ട് വരുമ്പോൾ അവർ സഹിക്കത്തില്ല, അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ പോയി പുറത്ത് പോയി പഠിക്കുകയാണ്. ഇവനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് അറ്റൻഡൻസും ഇല്ല. എന്താ ഭക്ഷണം എപ്പോഴും ഇങ്ങനെ പൊടിച്ചത് കെട്ടലും ഛർദിലും പനിയൊക്കെ ആയിട്ട് എല്ലാ അറ്റൻഡൻസും പോയിരിക്കുകയാണ്. കൊളാപ്സായി, പഠനജീവിതം കൊളാപ്സായപ്പോഴും അമ്മ എന്നിട്ടും വിശ്വാസം കളയാതിരിക്കുന്ന കാരണം ഇവൻ റിലേ ചെയ്തിരിക്കുന്ന മുഴുവൻ അമ്മയുടെ വിശ്വാസത്തിലാണ്. എന്താ കാര്യം? അമ്മ പറഞ്ഞ ദൈവം എപ്പോഴായാലും ഇതിന് മറുപടി ഉണ്ടാകുമെന്ന് മക്കൾ അങ്ങനെ വിശ്വസിക്കണം ശരിക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയായിരുന്നു സാക്ഷ്യം കേട്ടപ്പോൾ. അപ്പം ദൈവമായിട്ട് അമ്മയ്ക്ക് ബന്ധമുണ്ടെന്ന് മക്കൾക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് മനസ്സിലാകണം. കാര്യം അവരൊക്കെ നല്ലവണ്ണം നിങ്ങളെക്കാൾ പഠിച്ച മക്കളാണ്, ചിന്തിച്ച മക്കളാണ്. നമ്മൾ വളർന്നു വന്ന കാലമല്ല ഇത്. 10 എടുത്ത് 5 നിരീശ്വരവാദികളാണ് ലോകത്തുള്ളത്. കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവനും നിരീശ്വരവാദികളാണ്. പ്രൊഫസർമാരായിട്ട് വന്ന പകുതി 10-20% മാത്രമേ വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ വിശ്വാസിയാണ് അവിശ്വാസിയാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ പിടിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ വളർന്നു വരേണ്ടത്. പിന്നെ ദിശാബോധം കൊടുക്കാനുള്ളത് അമ്മയും അപ്പനുമാണ്. പക്ഷെ അമ്മയുടെ റോളെന്ന് പറയുന്നത് ഈ കാലത്ത് ഭയങ്കര വലിയ റോളാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ നിങ്ങളുടെ പുരുഷന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മക്കളെ പോറ്റാനുള്ള സ്ത്രീയെ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ 10 വട്ടം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ജനിപ്പിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള നിങ്ങൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല പ്രാർത്ഥന ഉണ്ടാകണം. റീന നിലമ്പൂർ പറയുന്ന ഒരു സത്യമുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കർത്താവിനോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, എന്താണ്? എൻ്റെ തലമുറകൾക്കപ്പുറത്തും അവർ കർത്താവിൽ വിശ്വസിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ആൾക്കാരൊക്കെയാണ് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്താ പറയുന്നത്? ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരേ കാര്യമേ ഉള്ളൂ, എൻ്റെ മകൻ മാത്രമല്ല അവൻ്റെ മകനും മകൻ്റെ മകനും മകളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകൾക്കപ്പുറത്തും അവർ കർത്താവിൻ്റെ വിശ്വാസികളായിരിക്കണമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ ഞങ്ങളെ 3 പേരെയും ഇവിടെ എത്തിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും 1000 നന്ദി. ഞാൻ സന്തോഷ് ജോസഫ്. ഇത് എൻ്റെ ഭാര്യ റീനാമോൾ തോമസ്, ഞങ്ങളുടെ ഒരേ ഒരു മകൾ ആഞ്ചലീന.
ഞാൻ ഒരു അധ്യാപകനാണ്, വൈഫ് ഒരു നേഴ്സാണ്, കൊച്ച് +2 കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഞാൻ എത്താനായിട്ടുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കുമ്മളി സെൻറ്റ് തോമസ് ഫൊറേന ചർച്ചിലെ ഇടവാംഗങ്ങളാണ്. 2022 നവംബർ മാസത്തിൽ ഞങ്ങളൊരു പുതിയ ഭവനം പണിയുന്നതിനായിട്ട് പ്ലാൻ ചെയ്ത് പൈലിംഗ് ഒക്കെ നടത്തി പണികളൊക്കെ നടന്നു വരികയായിരുന്നു. ഞങ്ങൾ മറ്റൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അവിടെ ഒരു പ്രായമായ അമ്മയും ഒരു കല്യാണം കഴിക്കാത്ത ഒരു മകനും വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരുടെ പ്രവൃത്തികൾ അത്ര ശരിയല്ല എന്ന് പലരുടെയും കംപ്ലൈൻറ്റ് ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ അവരോട് അവിടുന്ന് വീട് താമസം മാറിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാലും അവർ അവിടുന്ന് മാറാനായിട്ട് കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ഞങ്ങൾ കുമ്മളി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും പോലീസിൻ്റെ സഹായത്തോടെ അവരെ വീട്ടിൽ നിന്നും താമസം മാറ്റുകയും ചെയ്തു. ഇത് നടന്നത് 2022 നവംബർ മാസത്തിലാണ്. ഇവർ താമസം മാറി ഒരു മാസം കഴിഞ്ഞപ്പോൾ, അതായത് 2022 ഡിസംബർ 2-ാം തീയതി, ഞാൻ അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു യുവതിയെ ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചു, ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ കേസ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തവർ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അന്വേഷണം വന്നു. മുൻകൂർ ജാമ്യം ലഭിക്കുകയില്ലെന്ന് പറഞ്ഞു. മാന്യമായി ജീവിക്കുന്ന ഞങ്ങൾക്ക് ഒരു വലിയ നാണക്കേടായിരുന്നു. ഞങ്ങൾ വളരെ വിഷമിച്ചിരുന്ന ആ സമയത്ത് 2022 ഡിസംബർ 3-ാം തീയതി ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് കൃപാസനത്തിൽ പോകാമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ 2018 കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. എനിക്കൊരു പത്രം എൻ്റെ കയ്യിൽ ലഭിച്ചിരുന്നു. പക്ഷെ ഞാൻ ആ കൃപാസന പത്രം വെറുതെ വീട്ടിലിട്ടു, വായിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൃപാസനത്തെക്കുറിച്ച് തോന്നിപ്പിച്ചു. അത് പരിശുദ്ധ അമ്മയാണ് എന്നെ തോന്നിപ്പിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എന്നിട്ട് എനിക്കന്ന് പോരാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡിന് ജാമ്യത്തിന് വേണ്ടി ഞാൻ നടക്കുവാണ്. ഹസ്ബൻഡിന് വെളിയിൽ നടക്കാൻ മേലെ ഞാനും വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു ചോദിച്ചു, ചേച്ചിയുടെ ഹസ്ബൻഡിനോട് കൃപാസനത്തിലൊന്ന് പോകാമോ? കൃപാസനം എവിടെയാണെന്നറിയത്തില്ല. ഞാൻ ആ പത്രം എടുത്തു, കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ആ പത്രം കിട്ടി. പത്രം എടുത്ത് ഞാൻ കലബോ ജംഗ്ഷനിലാണെന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഞാൻ കൃപാസനത്തിൽ വിട്ട് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, ഉടമ്പടി എടുക്കുന്നത് നമ്മൾ അൾത്താരെ കയറി നിന്ന് ഉടമ്പടി ഈശോയോടാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആ വ്യക്തി ഉടമ്പടി എടുക്കണം. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഉടമ്പടി എടുക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിലും എനിക്കൊരു ഉടമ്പടി വേണം ചേട്ടാ, ഈ ഉടമ്പടി എടുത്തിട്ട് വരണം. ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു. ആ ഉടമ്പടി അന്ന് മുതൽ ഞങ്ങൾ പാലിച്ചു വരികയാണ്. അങ്ങനെ ഞങ്ങൾ കേസ് സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സെക്ഷനിൽ നിന്ന് മുൻകൂർ ജാമ്യമില്ല, നോൺ ബെയിലബിൾ കേസാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് കേസ് വക്കീലിനെ കണ്ടുകൊടുത്തു. അതിനുശേഷം അത് കൊടുത്ത ശേഷം ഡിസംബർ 10 ഞങ്ങളിവിടെ അച്ഛനെ കാണാൻ വന്നു. അച്ഛനോട് ഇവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് പോക്കോ, ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ഈ കൃപാസനത്തിൽ ഞാൻ ഇവിടെ വന്ന് പുറകിലിരിപ്പുണ്ട്. അവിടെ ഇരുന്ന് എനിക്ക് ജോസഫ് അച്ഛനെ ചിരിച്ചുകൊണ്ട് പറയുന്ന കണ്ടപ്പം എനിക്ക് എന്താ എൻ്റെ അനുഭവം എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞങ്ങൾ അതിൽ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഈ ചർച്ചിൽ നിന്ന് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് കറക്റ്റ് 30 ദിവസം കഴിഞ്ഞപ്പോൾ ജനുവരി 3 ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു ഹൈക്കോർട്ടിൽ നിന്നും. ജോൺ ബെയിലബിൾ കേസാണ്. ഹൈക്കോർട്ടിൽ നിന്നും ജാമ്യം കിട്ടുകയില്ല എന്ന് വക്കീൽ അവിടുന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ജാമ്യം നിന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സാക്ഷ്യം. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഞങ്ങൾ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പം ജുഗുലാർ വെയിനിൽ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല വെയിൻ സ്പെഷ്യലിസ്റ്റ് ഉള്ളിടത്ത് കൊണ്ടുപോയി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെന്നാൽ എറണാകുളത്ത് പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കേസ് വന്നത്. അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എന്നും ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ മുഴയെ ഹസ്ബൻഡ് കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ആ മുഴ കഴുത്തിൽ നിന്നും അപ്രതീക്ഷിതമായി.
ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിനുശേഷം ഞങ്ങൾ പോയി സ്കാൻ ചെയ്തു. ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ മുഴയില്ല ഇപ്പം. ഇത് കൂടാതെ ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിൻ്റെ കേസ് നടക്കുന്ന സമയത്ത് എൻ്റെ മോൾ SSLC എക്സാമിന് പഠിക്കുകയാണ്. ഡിസംബർ മാസമായിരുന്നു. മാർച്ച് മാസം അവൾക്ക് എക്സാം. അപ്പം ക്രിസ്മസ് എക്സാം നടക്കുന്നു. അതിനുശേഷം സീരിയസ് ടെസ്റ്റ് എക്സാമുകൾ നടക്കുന്നു. അവൾ ആകെ മെൻ്റലി അപ്സെറ്റ്. എനിക്ക് നോക്കാൻ സമയമില്ല. അവൾ മാർക്ക് കുറയുന്നു. സീരിയസ് ടെസ്റ്റ് നന്നായി മാർക്ക് കുറയുന്നു. ടീച്ചർമാർ ചോദിക്കുന്നു. അവളാകെ വിഷമത്തിലായി. ഞാൻ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു. കാരണം എനിക്ക് എല്ലാം കൂടെ നോക്കാനുള്ള എൻ്റെ മനസ്സ്, ഞാൻ അപ്സെറ്റായി. പരിശുദ്ധ അമ്മയെ എൻ്റെ മകളെ ഞാൻ ഏൽപ്പിച്ചു. നീ എൻ്റെ മകൾ ഇത്രയും പഠിച്ചത് അവൾക്ക് മാർക്ക് നീ അവൾക്ക് മാർക്ക് കൊടുക്കണം. എൻ്റെ അമ്മയെ പരിശുദ്ധമ്മയെ നീ കൈവിടരുതേ എന്ന് ഞാൻ മുറുകെ പിടിച്ചു. എൻ്റെ മോൾ ഫുൾ A+ഓടെ SSLCക്ക് വിജയം കൈവരിച്ചു. അതിനുശേഷം അവൾ +1 ജോയിൻ ചെയ്തു. +1 ജോയിൻ ചെയ്തപ്പം അവൾ ബോട്ടണി ഭയങ്കര ഇഷ്ടമാണ് ബയോളജി പഠിക്കാൻ. ബോട്ടണി പരീക്ഷ എത്ര പരീക്ഷ എഴുതിയാലും അവൾ ആദ്യം തൊട്ട് മിഡ് ടേം തൊട്ട് മോഡൽ എക്സാം വരെ ബോട്ടണി എക്സാമിന് അവൾ ഫെയിലായിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മോഡൽ എക്സാമിനാണ് അവൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറിൽ +1 അവൾ ജയിച്ചത്. നല്ല മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മോള് എന്താണെന്നറിയുന്നില്ല, ബോട്ടണിക്ക് മാർക്ക് കുറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എൻ്റെ പരിശുദ്ധമ്മ +2 ആണ് ഒരു കൊച്ചിന് സുവർണ്ണ, പിന്നെ അടുത്ത പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ അവൾക്ക് +1 +2ൻ്റെ മാർക്കില്ലാതെ ഒരു മാർഗമില്ല. എൻ്റെ അമ്മയെ നീ ഒരു കൈവിടരുതേ എൻ്റെ മകളെ. അവൾ +1 പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ പരീക്ഷ കുഴപ്പമില്ലായിരുന്നു, പ്രതീക്ഷിച്ചതിലും എളുപ്പമായിരുന്നു. മാർക്ക് വന്നപ്പോൾ 80-ൽ 77 മാർക്ക് ബയോളജിക്ക് കിട്ടി. എൻ്റെ മകൾ പാസ്സായി. അങ്ങനെ +1 +2നും ഫുൾ A+ഓടെ പാസ്സായി. +2ൻ്റെ കാര്യം എൻ്റെ മകൾ തന്നെ പറയും. ഇതുകൂടാതെ എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും കൂടെ പറയാം. എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നു. ഒരു 5 വർഷത്തിലധികമായി എനിക്ക് അലർജി ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെറിയൊരു തുമ്മലോ അല്ലെങ്കിൽ ചെറിയൊരു അസുഖങ്ങളൊന്നും അല്ല. തുമ്മൽ മാത്രമല്ല, തുമ്മൽ തുടങ്ങി ദേഹം മുഴുവൻ തടിച്ച്, ചുണ്ട് നീര് വെച്ച്, മുഖവും എല്ലാം നീര് വെച്ച്, ശരിക്കും അവസാനം ശ്വാസ തടസ്സത്തിൽ വരെ വന്നു എനിക്ക്. അങ്ങനെ പല ആശുപത്രികളിൽ പോയെങ്കിലും എനിക്ക് 5 വർഷമായിട്ട് എനിക്ക് രോഗത്തിന് യാതൊരു കുറവുമുണ്ടായില്ല. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി എനിക്ക് ഇന്ന് ഒരു അലർജി രോഗവും പിന്നീടുണ്ടായിട്ടില്ല. ഈ 2022 ഇവിടെ ഉടമ്പടി വന്നെടുത്ത ശേഷം ഇന്ന് വരെ എനിക്ക് ഒരു അലർജി മരുന്ന് പോലും കഴിക്കേണ്ട എനിക്ക് വന്നിട്ടില്ല. ഇത് കൂടാതെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം കൊണ്ടുപോകും. പത്രം കൊണ്ടുപോയി ഞങ്ങൾ ചുമ്മാ പള്ളിയിലൊന്നും കൊടുക്കുകയല്ല, ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങി, ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത് പത്രം കൊടുക്കാനായിട്ട്. ഞങ്ങൾക്ക് ഒരു നാണക്കേടുമില്ല. വീടുകൾ കയറി ഇറങ്ങി, ഓട്ടോ സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പിൽ, ബസ്സിൽ, പിന്നെ പള്ളികളിൽ, എല്ലായിടത്തും, ആശുപത്രികളിൽ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പത്രം. പിന്നെ പ്രത്യേകം ഞാൻ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഓരോ വ്യക്തിയെയും ഞാൻ സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കും. എനിക്ക് പത്രം എൻ്റെ കയ്യിൽ നിന്ന് ചിലർ നമ്മൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട ഓക്കെ എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അവരെ ഒന്നും പറയത്തില്ല. പക്ഷേ പത്രം വാങ്ങിച്ച എല്ലാ വ്യക്തികളെയും ഞാൻ സമർപ്പിച്ച് എന്നും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടുത്തെ ധ്യാനം കൃത്യമായിട്ട് ചൊവ്വാഴ്ച കൂടാറുണ്ട്. പിന്നെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന രാവിലെ 5:30 എണീറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുകൂടാതെ സാക്ഷ്യങ്ങൾ കൂടും. എല്ലാം വാട്സപ്പ്, ഫേസ്ബുക്ക്, എല്ലാ സോഷ്യൽ മീഡിയയിലും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ മകളും ഞങ്ങൾ ഡിസംബർ 2, 2022 ഉടമ്പടി എടുത്തെങ്കിൽ അന്ന് മുതൽ ഞങ്ങൾ 3 പേരും ഉടമ്പടി പാലിച്ച് ജീവിക്കുകയാണ്. കാരുണ്യ പ്രവൃത്തിയായിട്ട് കുമളിയിൽ ഞങ്ങൾ അവിടെ ഒരു 100-200 അന്തേവാസികൾ താമസിക്കുന്ന സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആലയമുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട്, അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണം, ഞങ്ങളുടെ ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഒരാഘോഷങ്ങളും വയ്ക്കാതെ അന്ന് ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് ഫുഡ് കൊടുക്കാനാണ് കൂടുതൽ ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾ ഒരാളല്ല, ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ഈ ജോലി കഴിഞ്ഞ് വന്ന് രോഗികളെ കാണാൻ പോവും, രോഗികളെ സന്ദർശിക്കും. ഇതിലെല്ലാം ഉപരി ഞങ്ങൾക്ക് കിട്ടിയ ഭൗതികമായ എല്ലാ അനുഭവങ്ങളെക്കാളും അനുഗ്രഹങ്ങളെക്കാളും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ
പ്രാർത്ഥനാ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞങ്ങൾക്ക് ജപമാല ഒരു ദിവസത്തിൽ എത്ര ചെല്ലിയാലും ഞങ്ങൾക്ക് മതിയാവത്തില്ല. ജപമാല ഞങ്ങൾ വൈകുന്നേരം ജപമാല ചെല്ലുന്നതല്ലാതെ ഞങ്ങൾ പകല് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ ജപമാല ചെല്ലും. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സാക്ഷ്യം കൂടുകയും ജപമാല ചെയ്യുകയും ജപമാല ചെല്ലുകയും എല്ലാം ചെയ്യും. ഞങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥന. എൻ്റെ മോളോട് ഞാൻ എപ്പോഴും പറയും, പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും ആയുധം. നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാം നമുക്ക് സാധിക്കും. നമ്മൾക്ക് എല്ലാത്തിനെയും ജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ പവർ പ്രാർത്ഥന. പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നും ദിവ്യബലിയെ സംബന്ധിക്കുവാനും, അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ ശ്രമിക്കും. എങ്ങാനും പറ്റിയില്ല എങ്കിൽ 1 മാസത്തിലൊരിക്കൽ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുമ്പസാരിക്കും. പിന്നെ ആധ്യാത്മികമായി ഞങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ആഞ്ചലീന. ഞാൻ വരുന്നത് സെൻറ് തോമസ് ഫൊറാന ദേവാലയത്തിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 27/12/2024 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ പാപ്പ ഉടമ്പടി എടുത്തപ്പോൾ മുതലേ ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു വരുന്ന ഒരാളാണ്. എന്നിരുന്നാലും +2 പഠിക്കുന്ന കാലഘട്ടത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്ന +2-ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, പഠിച്ചു പോകുന്നു. മോഡൽ എക്സാം എല്ലാം ഒരു കുഴപ്പവുമില്ല, എല്ലാം നല്ല മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ ഇരിക്കെ പബ്ലിക് എക്സാം ആയപ്പോൾ നല്ല ടഫ് എക്സാം ആയിരുന്നു. ടീച്ചേഴ്സ് പോലും പറഞ്ഞു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആണല്ലോ എന്നോർത്തു. നല്ല പേടിയോടെ എക്സാമിനെല്ലാം പോയപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാതാവും ഈശോയും ഇടപെട്ട് എനിക്ക് full A+ നൽകി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് 10ലും +2ലും +1ലും full A+ നൽകി അമ്മയും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതലേ എനിക്ക് നാട്ടിൽ LBSൽ നഴ്സിംഗ് പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കെ +2 പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, എന്താണേലും നാട്ടിൽ നഴ്സിംഗ് പഠിച്ചിട്ട് പുറത്ത് പോയി ജോലി ചെയ്യാനല്ലേ താല്പര്യം, എന്നാൽ പിന്നെ പുറത്ത് പോയി പഠിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു വിഷയം ഞങ്ങളുടെ ഇടയിൽ വന്നു. അത് എനിക്ക് ഉറപ്പാണ് മാതാവായിട്ട് അമ്മയിലൂടെ ആ സന്ദേശം അറിയിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ എന്നാൽ ഓസ്ട്രേലിയ നോക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ PT പഠിക്കാൻ തുടങ്ങി. 1 മാസത്തെ കോഴ്സ് എടുത്തു. എന്നിട്ട് ഞാൻ അടുത്ത മാസം എക്സാം എഴുതാൻ തുടങ്ങി. ആദ്യത്തെ എക്സാം എഴുതി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി. അന്ന് എനിക്ക് സുഗന്ധാഭിഷേകമുണ്ടായി. അന്ന് അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഉറപ്പായും ഒരു നല്ല നിലയിലെത്തും എന്നുള്ളത് എനിക്കൊരു നല്ല ആത്മവിശ്വാസം വന്നു. അങ്ങനെ ഞാൻ PT എഴുതി. 1ാമത്തെ എഴുതി കിട്ടിയില്ല. അങ്ങനെ ഞാൻ 5 തവണ PT എഴുതി. എനിക്ക് ഒന്നെങ്കിൽ 1 മോഡ്യൂള് ഇല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ എൻ്റെ PT പോകുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നാൽ ഓസ്ട്രേലിയ വേണ്ട, എന്നാൽ UK നോക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ UKയുടെ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു. ആ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വരെ ഉള്ളവരെ നഴ്സിങ്ങിന് എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അങ്ങനെ അവിടെ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു. അവരെന്നോട് ഫീഡ്ബാക്ക് പറഞ്ഞു, എൻ്റെ ഇംഗ്ലീഷൊക്കെ നല്ലതാണ്, പക്ഷേ എനിക്ക് നഴ്സിംഗ് നോളജ് കുറവാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. PT കിട്ടുന്നില്ല, ഓസ്ട്രേലിയ നോക്കാൻ പറ്റുന്നില്ല, UK അവരെന്നെ എടുക്കുന്നില്ല. അപ്പം ഞാൻ പുറത്തിറങ്ങി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അമ്മയോടും പപ്പയോടും പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും? UK-കാർ എൻ്റെ നഴ്സിങ്ങിന് നോളജ് കുറവാന്ന് പറഞ്ഞു. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോവല്ലേ? അപ്പോൾ അവരെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പോൾ പപ്പയും പറഞ്ഞു, എല്ലാം നല്ലതിനാ, മാതാവും ഈശോയും നിനക്കൊരു നല്ല വഴി തെളിച്ച് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിരിക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടും ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന വാതിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ ഓൺലൈനിൽ PT പഠിച്ച ഒരു കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചു. അവൾ ക്ലബിംഗ് സ്കോർ വെച്ചാണ് ഓസ്ട്രേലിയക്ക് പോകുന്നത്. നീ ഒന്നുകൂടെ PT എഴുതി നോക്ക്, നിനക്ക് കിട്ടാത്ത മോഡ്യൂള് ചിലപ്പം നിനക്ക് അടുത്ത കിട്ടും, ചിലപ്പോൾ നിനക്ക് ഫുള്ളായിട്ടും അടുത്ത പ്രാവശ്യം കിട്ടും, നീ എഴുതാൻ പറഞ്ഞു. എന്നിട്ടും എനിക്ക് മടിയായിരുന്നു. അങ്ങനെ ഇരിക്കുക അമ്മ പറഞ്ഞു, എന്നാൽ ഒന്നുകൂടെ എഴുതി നോക്കാം, ലാസ്റ്റ് ഒരു എഴുത്തൂടെ, മാതാവും ഈശോയും എന്താണ് തീരുമാനിക്കട്ടെ, ഉറപ്പായും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 6ാമത്തെ അറ്റംപ്റ്റ് PT എഴുതാനായിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഉറക്കത്തിൽ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ പ്രാവശ്യം PT ലിസണിങ് മോഡ്യൂൾ കിട്ടും,
എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, ആരാ പറഞ്ഞേന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവായിരിക്കും പറഞ്ഞേ, മോള് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ ഉറക്കത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് അമ്മ പറയുന്നത് ഞാനിങ്ങനെ രാത്രി പറഞ്ഞായിരുന്നെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് PTE എക്സാം കിട്ടും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ PTE എക്സാം എഴുതാൻ ചെന്നപ്പോൾ ഞാൻ ഈ 5 തവണ എഴുതിയപ്പോഴും 1, 2, 3 മാക്സിമം ഒരു 4 പേര്, അതിൽ കൂടുതലുള്ളവർ എൻ്റെ കൂടെ, അത്രയും പേരിൽ കൂടുതൽ എൻ്റെ കൂടെ എക്സാം എഴുതിയിട്ടില്ല. ഞാൻ തന്നെ വരെ എക്സാം എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം PTE ഇതിന്ന് നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ അല്ല, നമ്മൾ കമ്പ്യൂട്ടറിനോടാണ് എല്ലാം ചെയ്യുന്നത്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് റീഡിങ്. അപ്പം സ്പീക്കിങ്ങിനൊക്കെ കയറി കഴിഞ്ഞാൽ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് സ്പീക്കിംഗ് സമയത്ത്. അപ്പോൾ ഞാൻ അന്ന് 6th അറ്റംപ്റ്റിന് ചെന്നപ്പോൾ ഞാൻ 5 പ്രാവശ്യവും കാണാത്തതിലും അധികം ആൾക്കാരാണ്, എൻ്റെ ഹോളും നിറച്ച് മനുഷ്യരാണ് PTE എഴുതാൻ വന്നേക്കുക. എനിക്ക് നല്ല ടെൻഷനായി. കാരണം സ്പീക്കിംഗ് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ മനസ്സിൽ. എങ്ങനെ ഞാൻ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോഴത്തേക്കും പപ്പ പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്നവരുടെയൊക്കെ ചിലപ്പോൾ ആദ്യത്തെയോ 2ാമത്തെയോ എഴുത്തായിരിക്കും, പക്ഷെ നമ്മുടെ ലാസ്റ്റത്തെ എഴുത്താണ്. നീ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കയറിക്കോ, ഈ പ്രാവശ്യം മാതാവ് നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിന് കയറാൻ നേരം പുറത്ത് വാതിലിൻ്റെ അവിടെ നിന്നിട്ട് പറഞ്ഞു, മാതാവ് വേണം എഴുതാൻ, മാതാവ് വേണം റീഡ് ചെയ്യാൻ, മാതാവ് വേണം റൈറ്റ് ചെയ്യാൻ, മാതാവ് വേണം ലിസൺ ചെയ്യാൻ എന്ന് പറഞ്ഞ് ഞാൻ എക്സാമിന് കയറി. ഞാനാണ് 2ാമത്തെ എക്സാമിന് കയറിയത്. എക്സാം കഴിഞ്ഞ് ആദ്യം ഞാനാണ് ഇറങ്ങിയത്. എക്സാം കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് വന്നപ്പോഴേക്കും എന്നോടൊരു ചേച്ചി ചോദിച്ചു, എനിക്ക് എത്രയാ സ്കോർ വേണ്ടതെന്നൊരു ചേച്ചി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 66 ആ ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു 66 ആണ് ഓസ്ട്രേലിയക്ക് വേണ്ടതെന്ന്. കാരണം ഞാൻ PTE പഠിക്കാൻ സമയത്ത് 65 ആയിരുന്നു നഴ്സിങ്ങിന് വേണ്ടിയിരുന്നത് എല്ലാ മോഡ്യൂളിനും. പക്ഷേ ഞാൻ എക്സാമും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് 66 എന്നുള്ളൊരു നിയമത്തിലേക്ക് ഓസ്ട്രേലിയ മൂവ് ചെയ്തെന്ന്. പക്ഷേ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഉറപ്പായി. എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് എന്നെ 66 എന്നുള്ളൊരു സംഖ്യ പറയാൻ പോലും പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ചേച്ചി എന്നോട് ചോദിച്ചു, നേഴ്സിങ്ങിന് പോകാനാ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ നേഴ്സിങ്ങിന് പോകാനാന്ന് പറഞ്ഞു. ഈ നടന്ന സംഭവം ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്ത് വന്ന് പേരൻസിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ഉറപ്പായും മാതാവ് ചോദിച്ചതാ, ഈ പ്രാവശ്യം എന്താണേലും നിനക്ക് PTE കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന ഒരു സാറ്റർഡേ ആണ്. അങ്ങനെ സൺഡേ റിസൾട്ട് വരാത്തതുകൊണ്ട് എനിക്ക് മൺഡേ ആണ് റിസൾട്ട് വരുന്നത്. മൺഡേ രാവിലെ 12 midnight എനിക്ക് റിസൾട്ട് വരുന്നത്. ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ എണീറ്റപ്പോൾ എനിക്ക് മെയിൽ വന്നു, എൻ്റെ റിസൾട്ട് പബ്ലിഷ്ഡ് ആയെന്ന്. എനിക്ക് ടെൻഷനായി. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലാൻ തുടങ്ങി. റിസൾട്ട് നോക്കാൻ പേടിയാണ്. കാരണം ഇത്രയും പ്രാവശ്യം എഴുതി എനിക്ക് പൊക്കോണ്ടിരുന്നത് ഓവറോൾ എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഓരോ മോഡ്യൂളിനല്ലേ ഓരോ മാർക്കിനാണ് പോകുന്നത്. അത്ര നാളും എനിക്ക് 65ഉം 67ഉം 69ഉം ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഈച്ച് മോഡ്യൂളിന് 66 കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മാർക്ക് തുറന്നപ്പോഴേക്കും എനിക്ക് ഓവറോൾ 69ഉം 2 മോഡ്യൂൾസിന് 66ഉം ബാക്കിയുള്ളതിന് 69 ലെബോ തന്ന് എനിക്ക് മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. അത് എനിക്ക് വരുന്നത് എൻ്റെ ഉടമ്പടി തീരുന്ന ദിവസമായിരുന്നു എനിക്ക് ആ റിസൾട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവും ഈശോയും ഇടപെട്ടാണ് എനിക്ക് ആ PTE തന്നതെന്ന്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അത് കഴിഞ്ഞ് PTE കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഇനി ശരിയായി, ഏറ്റവും വലിയൊരു കടമ കടന്നു, ഇനി എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാം എന്നുള്ളൊരു വിചാരമായി. എന്നിരുന്നാലും പ്രാർത്ഥനയ്ക്കൊരു കുറവുമില്ല, എന്നാലും ഒരു വിചാരമായി. അപ്പോഴത്തേക്കും ഇനി യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഇരുന്നപ്പം ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലേക്ക് കയറിയപ്പോൾ എനിക്കൊരു സാക്ഷ്യം കയറി വന്നു. 10 തവണ PTE എഴുതി കിട്ടാത്ത ഒരു ചേച്ചി ഓസ്ട്രേലിയക്ക് പോകുന്ന കാര്യം. അത് ഞാൻ കേട്ടപ്പോൾ ആ ചേച്ചി ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു. ഇപ്പം ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അത് പ്രോസസ്സിങ് തുടങ്ങി. ലോൺ, അടുത്ത സ്റ്റെപ്പ് ലോണാണ്. അപ്പോൾ ലോണിന് ചെന്നപ്പോൾ ഒരുപാട് തടസ്സമായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ലാസ്റ്റ് ലോൺ കിട്ടത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോലും വരുന്ന ഒരു സിറ്റുവേഷനിലായി. ഞാൻ മാതാവിൻ്റെ ഈശോയുടെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇത്രയുമായി ഇനിയും മുന്നോട്ട് പോയില്ലെങ്കിൽ എൻ്റെ പഠനം എന്താകുമെന്ന് പോലും ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ ആ സമയത്താണ് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ അടുത്ത പ്രാവശ്യം ഇനി പുതുക്കാൻ വരുമ്പോൾ
എനിക്ക് ഓസ്ട്രേലിയൻ വിസായും കൊണ്ടായിരിക്കും ഞാൻ ഇവിടെ വരുന്നതെന്ന് എനിക്കൊരു അടയാളമായിട്ട് ഈ പ്രാവശ്യം പുതുക്കി പോകുന്ന റാലിയിൽ എനിക്ക് മാതാവിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും അപ്പുറത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അമ്മ ഇതേ കാര്യം മാതാവിനെ എനിക്ക് കിട്ടണം എന്നുള്ള കാര്യം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നത് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്ന അമ്മയും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. അന്ന് എനിക്ക് മാതാവിനെ കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് ഓസ്ട്രേലിയൻ വിസായും കൊണ്ടേ ഞാൻ അടുത്ത പുതുക്കാൻ വരുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഓസ്ട്രേലിയൻ വിസായും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ എനിക്ക് മാതാവും ഈശോയും ഇടപെട്ട് ആ ഒരു പുതുക്കൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ നല്ലൊരു മാനേജറായിരുന്നു. മാതാവ് ഈശോ ഇടപെട്ട് തന്നൊരു മാനേജർ. അങ്ങനെ എനിക്ക് ഒരാഴ്ചയും കൊണ്ട് പുതുക്കി കഴിഞ്ഞ് വന്ന് ഒരാഴ്ചയും കൊണ്ട് എനിക്ക് ലോൺ ശരിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ അൺകണ്ടീഷണലിൽ വെച്ച് 1 മാസം എടുത്തിരുന്നെങ്കിലും എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് COE വന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് വിസായിക്ക് വെക്കാൻ. ഞാൻ വിസായിക്ക് വെച്ച് കഴിഞ്ഞ് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ 90% റിജക്ഷനായി. എല്ലാം ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നവംബർ 8-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 11 എൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് മുന്നായിട്ട് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ അപ്രൂവ് ചെയ്ത് തരണേ എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്ക് നവംബർ 8-ാം തീയതി ഒരു ശനിയാഴ്ച എനിക്ക് ഓസ്ട്രേലിയൻ വിസ അപ്രൂവായി വന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും ഞാൻ പാടുപെട്ടാണ് ഇതിലൂടെ കടന്നു പോയത്. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും പ്രാർത്ഥന ഞാൻ മുറുകെ പിടിച്ചു. അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയൻ വിസ ഇപ്പോൾ അപ്രൂവായി. ഞാൻ അടുത്ത മാസം ഓസ്ട്രേലിയക്ക് പോവാണ്. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എനിക്ക് വാച്ച് ഉണ്ടായിരുന്നു കയ്യിൽ, അരിമ്പാറ ഉണ്ടായിരുന്നു. അത് എനിക്ക് PT-ക്കൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ കൈയും കാലും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കത് എനിക്കൊരു ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിരുന്നു. അപ്പം ഞാൻ അത് വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ കയ്യിലോ കാലിലോ ഒരിടത്തും അരിമ്പാറയില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന പത്രം ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡുകളിലും പള്ളികളിലും ആശുപത്രികളിലും എല്ലാം കയറി നടന്ന് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് ധ്യാനങ്ങളെല്ലാം കൂടുകയും എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലായിടത്തോടെയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അനാഥാലയം, ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെയുള്ളവർക്ക് ഫുഡ് കൊടുക്കുകയും ഫുഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പൈസ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആത്മീയമായി ഒരുപാട് വളർന്നു. ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എന്നും പള്ളിയിൽ പോവുകയോ അല്ലാതെ എക്സ്ട്രാ കൊന്ത ചെല്ലുകയോ അങ്ങനത്തെ ഒരു ശൈലിയൊന്നും എനിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും ഞാനും അമ്മയും ഒരു മുഴുവൻ ജപമാല, അത് സ്ട്രിക്റ്റാണ്. എല്ലാ ദിവസവും ഞങ്ങൾ ചെല്ലിയില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഡേ ഇൻകംപ്ലീറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ അത് ചെല്ലും. എവറി ഡേ ഞങ്ങൾ പള്ളിയിൽ പോകും. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇപ്പം മനോഹരമായി പോകുന്നു. അടുത്ത മാസം ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.